നമുക്കറിയാം ഇവിടുന്ന് കുറച്ചൊരു കിലോമീറ്റർ മാറി വയനാട് നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് അതുപോലുള്ള ഒരുപാട് കോളേജുകൾ കേരളത്തിലുണ്ട്. ഈ പോസ്റ്റ് കോവിഡിന് ശേഷമാണ് പിന്നെ ഇതിനൊരു മാറ്റമുണ്ട്. ആളുകൾ കുറച്ചും കൂടി ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. കുട്ടികൾ പഠിക്കാനാണ് കോളേജിൽ പോകുന്നത് എന്നുള്ള ധാരണ ആളുകൾക്ക് തന്നെ വന്നു തുടങ്ങി. അതിന് ശേഷമാണ് അതിലൊരു ചെറിയ കുറവുണ്ടായിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു കുറവുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ മാത്രമല്ല പല ക്യാമ്പസുകളിലും നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയാണിത് SFIക്കാരുടെ തമ്മിൽ. പിന്നെ ഇപ്പോൾ അതോറിറ്റീസ് ആണെങ്കിലും അവരുടെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് ആ പവർ അവർ മിസ്യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും അവർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പം സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് അതുകൊണ്ട് തന്നെ പേടിയാണ് ഒരു ക്യാമ്പസിൽ ഇങ്ങനെ അവരുടെ റൈറ്റിനനുസരിച്ച് നിൽക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് പേടിയാണ്. ഈ ക്യാമ്പസുകളിൽ ഇപ്പോൾ ഈ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ഈ ഹോസ്റ്റലുകളിൽ ഇവർ റെയ്ഡ് നടത്തിക്കോട്ടെ, ഇവർ ചെയ്യാൻ തയ്യാറല്ല. കാരണം SFI ഭരിക്കുന്ന ക്യാമ്പസുകളിലെ പ്രത്യേക ഹോസ്റ്റലുകൾ റെയ്ഡ് നടത്തിയ കൃത്യമായിട്ട് മനസ്സിലാവും ആരൊക്കെയാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും ആരൊക്കെയാണ് ഇത് എത്തിക്കുന്നതും. ഈ ലഹരി പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ SFI നാളുകളായിട്ട് ഇവരുടെ കയ്യിൽ കൊണ്ടു നടക്കുന്നത്.